ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചമ്മന്തിപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അപ്പോൾ ഇന്നത്തെ ചമ്മന്തിയർപ്പൂവിൽ അങ്ങനെ സുധീനെ തട്ടിക്കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങുമായിട്ട് നീലിമ അയച്ച കൊട്ടേഷൻ സംഘം പാർക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നോക്കിയിട്ട് സുധീനെ കാണുന്നില്ല, സുധീനെ കാണാനില്ലോ പറഞ്ഞ് നോക്കുമ്പോൾ കുട്ടികളുടെ ഇതിലൊക്കെ കളിക്കുന്ന രണ്ടാൾക്കാരെ കാണും. അപ്പോൾ ഇവർ ഏത് ഈ മണ്ടന്മാരെന്നൊക്കെ ചോദിച്ചിട്ട് നോക്കുമ്പോഴാണ് ഒരാൾ പറയുക അത് സുധിയാണെന്ന് പറയുക. അങ്ങനെ പ്ലാൻ ഇടുകയാണ്. അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തട്ടിക്കൊണ്ടുപോകുക എന്നുള്ള പ്ലാനിങ്ങിലാണ് കൊട്ടേഷൻ ടീം നിൽക്കണത്. ആ സമയത്ത് നീലിമ അവരെ വിളിക്കുമ്പോൾ പറയും, മാഡം ഞങ്ങളിവിടെ ഉണ്ട്, സുധിയുടെ അടുത്തുണ്ട്, എന്നിട്ട് എന്താ നിങ്ങൾ അവനെ തട്ടിക്കൊണ്ടുവരാത്തേ എന്ന് ചോദിക്കുമ്പോൾ പറയും പറ്റിയ സമയം നോക്കി നിൽക്കാമെന്ന് പറയും. അപ്പോൾ ഓക്കെ പറയും. അത് കഴിഞ്ഞ് ഈ സമയത്ത് ശ്രുതി തുടയ്ക്കുകയാണല്ലോ. ശ്രുതി തുടച്ചിട്ട് നടുവേദനിച്ച് പറഞ്ഞപ്പോൾ അച്ഛമ്മ പറഞ്ഞല്ലോ പോയി കിടന്നോളാൻ പറയുമല്ലോ. എന്നിട്ട് ശ്രുതി പറയില്ല അച്ഛമ്മ ബാക്കി തുടയ്ക്കണേ പറഞ്ഞിട്ട് ശ്രുതി പോവുമല്ലോ. പോണ സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ടല്ലോ അവൾക്ക് ഇട്ടൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ എന്ത് ചെയ്യും, രേവതിയും സച്ചിയും കൂടിയിട്ട് പൂമാല കെട്ടിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അകത്തുനിന്ന് കരച്ചിലേക്കും. ശ്രുതിയുടെ അയ്യോ എന്നെ കൊല്ലണേ, അയ്യോ എനിക്ക് വയ്യേ, അയ്യോ വയ്യേ പറഞ്ഞിട്ട് ഇങ്ങനെ ഉറക്ക കരച്ചിലേക്കും. അപ്പോൾ സച്ചിയോട് രേവതി പറയും, സച്ചിയേട്ടാ ശ്രുതിയുടെ കരച്ചിലാണല്ലോ കേൾക്കണേ, എന്താ പറ്റി, വയ്യായിക അധികം ഉണ്ടോ ചോദിക്കുമ്പോൾ സച്ചി പറയും അറിയില്ല പറയുമ്പോൾ പറയാം സച്ചിയേട്ടാ ഒന്ന് പോയി നോക്ക് സച്ചിയേട്ടാ പറയുമ്പോൾ സച്ചി പറയാം എനിക്കൊന്നും പറ്റില്ല, അവിടെ അച്ഛനും ഉണ്ട്, അവർ നോക്കിക്കോളാം. അങ്ങനെ പറയില്ല സച്ചിയേട്ടാ, എന്താണെന്നൊന്ന് പോയി നോക്കുക പറയാം. ഇല്ല ഞാൻ പോയി നോക്കില്ല പറയും സച്ചിയേട്ടാ ഒന്ന് നോക്ക് സച്ചിയേട്ടാ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങനെ നിർബന്ധിച്ചിട്ട് സച്ചിനെ ശ്രുതിക്ക് എന്താ പറ്റിയെന്ന് നോക്കാൻ വേണ്ടി വിടണ സമയത്ത് സച്ചി അച്ഛാന്നൊക്കെ വിളിച്ചിട്ട് ചെല്ലുമ്പോൾ സച്ചി കാണുന്ന കാഴ്ച എന്താണെന്നറിയോ, ശ്രുതി കമ്മിന്ന് നടക്കേണ്ട അച്ഛമ്മ ശ്രുതിയുടെ പുറത്ത് കയറി ചവിട്ടി ഒഴിയുന്ന കാഴ്ചയാണ് സച്ചി കാണുന്നത്. സച്ചി അത് കാണുന്നതോട് ഇതെന്താ അച്ഛമ്മ ഈ ചെയ്യണമെന്ന് ചോദിക്കും സച്ചി ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയും അവൾക്ക് നടുവേദനിച്ചിട്ട് വയ്യല്ല, അപ്പോൾ അവളുടെ നടുവേദന മാറാൻ വേണ്ടി ഞാൻ ചവിട്ടി തിരുമ്മാടാ സച്ചി പറയും. അച്ഛമ്മ പറയും ഇത് തിരുമണോടുകൂടി എൻ്റെ മോളുടെ എല്ലാ നടുവേദനയും മാറും, എല്ലാ വയ്യായികയും മാറും പറഞ്ഞിട്ട് ശ്രുതിനെ കൊല്ല ചെയ്യാണ് അച്ഛമ്മ. അപ്പോൾ ശ്രുതി അയ്യോ വയ്യേ എൻ്റെ നടുവേദന മാറി അച്ഛമ്മേ, എനിക്കിപ്പോൾ നടുവേദന ഇല്ല അച്ഛമ്മേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കിടന്ന് കരയുണ്ട്. അപ്പോൾ രവീന്ദ്രൻ വരും, എന്താ അമ്മ ഇത് കാണിക്കണ, ഞാൻ ചവിട്ടി തിരുമ്മാടാ ശ്രുതിയുടെ നടുവേദന മാറാൻ. പാവ ശ്രുതിമോള് പറയുമ്പോൾ അമ്മ നല്ലോണം തിരുമ്പിക്കാ, ഉള്ളിലത്തെ ദുഷ്ട മുഴുവൻ അങ്ങോട്ട് പുറത്തേക്ക് പോരട്ടെ എന്ന് പറയണേ രവീന്ദ്രൻ. അപ്പോൾ രവീന്ദ്രനെ സച്ചിക്ക് മനസ്സിലായി അച്ഛമ്മ ശ്രുതിക്ക് ഇട്ടൊരു പണി കൊടുത്തതാണ്. അപ്പോൾ ശ്രുതിനെ അങ്ങനെ ചവിട്ടി തിരുമ്പോൾ ശ്രുതി പറയണ്ട അയ്യോ എനിക്ക് വയ്യേ, എൻ്റെ നടുവേദനയൊക്കെ മാറി അങ്കളെ, ഒന്ന് പറ അങ്കളെ, എൻ്റെ നടുവേദന മാറി എന്ന് പറ അങ്കളെ, എൻ്റെ എല്ലാം മാറി അങ്കളെ, എനിക്ക് നടുവേദന ഇല്ല അങ്കളെ, ഒന്ന് നിർത്താൻ പറ അങ്കളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ ചോദിക്കണ്ട എന്താ ശ്രുതിയെ നിൻ്റെ നടുവേദന മാറി അച്ഛമ്മേ, എനിക്ക് നടുവേദനിക്കില്ല അച്ഛമ്മേ, ഒന്ന് നിർത്ത അച്ഛമ്മേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാറിയെങ്കിൽ നിർത്ത അച്ഛമ്മേ പറയുന്നുണ്ട് സച്ചി. അങ്ങനെ എന്നാൽ ശരി നീക്കേ പറഞ്ഞിട്ട് ശ്രുതി നീക്കുമ്പോഴേക്കും ശ്രുതിയുടെ നടു ചവിട്ടി തിരുമ്പി ഒരു പരിവാക്കിണ്ട് കേട്ടോ അച്ഛമ്മ. ശ്രുതി നീറ്റിട്ട് എന്നാൽ ശരി നീ പറഞ്ഞില്ലേ നിൻ്റെ നടുവേദന മറിയുന്ന നീ ഒരു 4 ചാട്ടം ചാടി പറയുമ്പോൾ ശ്രുതിനെ കൊണ്ട് ചാടിപ്പിക്കണം. എന്നിട്ട് പറയും ഒന്ന് ഓട് പറഞ്ഞിട്ട് ശ്രുതിനെ കൊണ്ട് ഓടിച്ചിട്ട് സ്റ്റെപ്പ് കയറുക ഇറങ്ങുക അങ്ങനെ ആക്കിയിട്ട് ശ്രുതിക്ക് ഭയങ്കര നടുവേദന കേട്ടോ. ശ്രുതി വയ്യാണ്ടാണ് സ്റ്റെപ്പ് കയറുക. എന്താ ഇപ്പം നടുവേദനയ്ക്കുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി തിരുമ്പി തരാം. വേണ്ട മാറി അച്ഛമ്മേ, എനിക്ക് ഇനി നടുവേദനയെ വരില്ല എന്ന് പറയണം. അപ്പോൾ ശരി നിൻ്റെ നടുവേദന മാറി എന്നല്ലേ പറഞ്ഞത്, എന്നാൽ നീ പോയിട്ട് തറ തുടക്കില്ലല്ലോ, നീ നിർത്തിയതെന്നാൽ പോയി ബാക്കിയുള്ള തറ തുടക്കി. ഞാനോ ചോദിക്കുമ്പോൾ അതേ പോയി നിൻ്റെ നടുവേദന മാറി എന്നല്ലേ പറഞ്ഞു, ഇല്ലെങ്കിൽ പിന്നെ അച്ഛമ്മ ഒന്നും കൂടി ഉഴിഞ്ഞു തരാൻ പറയും. വേണ്ട അച്ഛമ്മേ വേണ്ട ഞാൻ തുടച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടുവേദനിച്ച് വയ്യാത്ത നുണ പറഞ്ഞിട്ട് അത് സത്യമായ അവസ്ഥയിൽ ശ്രുതി തറ തുടയ്ക്കാൻ പോവാണ്. തറ തുടയ്ക്കാൻ മുമ്പ് ശ്രുതിയുടെ ആ ഒരു സീനറി കാണേണ്ട കാഴ്ചയാണ്. കോണിപ്പടി കൂടെ ഒക്കെ ഇറങ്ങി വരുന്ന നടുവേദനിച്ചിട്ട് ഇത് കണ്ടിട്ട് സച്ചി രേവതിയും കൂടി ഹാളിലിരിക്കുന്നുണ്ട്. ശ്രുതി ഇറങ്ങി വരുന്ന വരവ് കാണുമ്പോൾ സച്ചിക്ക് ചിരി അടക്കാൻ പറ്റില്ല. സച്ചി പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നത് എന്താ സച്ചി ഏട്ടാ പറയുമ്പോൾ നോക്ക് എന്ന് പറയുന്നുണ്ട് സച്ചി. രേവതി നോക്കുമ്പോൾ ശ്രുതി ഡാൻസ് സ്റ്റെപ്പിൻ്റെ പോലെയൊക്കെയാണ് നടുവേദനിച്ചിട്ട് കോമഡി ഇറങ്ങി വരുന്നത്. എന്നിട്ട് അങ്ങനെ ശ്രുതി തറ തുടയ്ക്കുന്ന കാണുമ്പോൾ സച്ചിക്ക് ചിരി സഹിക്കണില്ല. സച്ചി ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയണ്ടേ പോടാ നടന്നിട്ട് പറയേണ്ടത് ശ്രുതി. അങ്ങനെ ശ്രുതിക്കിട്ടുള്ള വലിയൊരു മുട്ടൻ പണിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛമ്മോട്, അച്ഛമ്മ ഇവിടുന്ന് തിരുമ്മലൊക്കെ പഠിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ തിരുമ്മാൻ പഠിച്ചതിൻ്റെ ആദ്യ പ്രയോഗമാണ് ഇപ്പോൾ നീ ശ്രുതിയിൽ കണ്ടത് പറയും അച്ഛമ്മ. അത് കഴിഞ്ഞിട്ട് പറയും രവി എൻ്റെ കാലൊന്ന് കൊളുത്തി പിടിച്ചിട്ടുണ്ടാ, നമുക്കൊരു തിരുമാറുടെ അടുത്തേക്ക് പോകണം പറയേണ്ട അച്ഛമ്മ. അങ്ങനെ പറഞ്ഞിട്ട് ശ്രുതിക്ക് കൊടുത്ത നല്ലൊരു പണിയായിട്ടാണ് അച്ഛമ്മ ഇരിക്കുന്നത്. അവളുടെ വിചാരം അവൾക്ക് മാത്രമേ ഇതാവുള്ളൂ എന്ന്, ബാക്കിയുള്ളവർക്കാർക്കും അറിയില്ല എന്നുള്ളതെന്നും ഇവൾക്ക് ഇട്ടിട്ട് ഞാൻ ഇവളെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറയണം അച്ഛമ്മ. അത് കഴിഞ്ഞിട്ട്
ദേവു റോട്ടിൽ കൂടെ നടന്നു വരുന്ന സമയത്ത് ഗജാനന്ദനെ കാണും. ഇവൻ ഇറങ്ങിയോ വീണ്ടും സ്റ്റേഷനിൽ നിന്ന് വിചാരിച്ചിട്ട് ദേവു വിചാരിക്കും സച്ചിയേട്ടനെ വിളിച്ച് പറയണം, സച്ചിയേട്ടൻ കൈകാര്യം ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ട് ദേവു സച്ചിനെ വിളിച്ചിട്ട് ഫോൺ വിളിക്കുമ്പോൾ സച്ചി രേവതിയും രവീന്ദ്രനൊക്കെ കൂടി ഇരിക്കുന്ന സമയത്താണ് ദേവുവിൻ്റെ ഫോൺ വരുന്നത്. അപ്പോൾ ദേവു ആണല്ലോ പണ്ട് ഫോൺ എടുക്കണം. എന്താ ദേവു ചോദിക്കുമ്പോൾ സച്ചിയേട്ട ഗജാനന്ദൻ ഇവിടെ ഉണ്ട്, ഇന്ന ജംഗ്ഷനിലുണ്ട്, എന്തോ ഒരു ജംഗ്ഷൻ്റെ പേര് പറയും, ബാണഞ്ചേരി എന്തോ ഒരു ജംഗ്ഷൻ പറയാം, ആ ജംഗ്ഷനിലുണ്ട്, ഞാനിവിടെ ഉണ്ട്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ ഇവിടെ പിടിച്ച് നിർത്തിക്കോളാം, സച്ചിയേട്ട ഓടി വാ പറയും. സച്ചിയേട്ടൻ വേഗം വാ പറയും, ആ ശരി ഞാൻ എന്താ വരുന്നു എന്ന് പറയും. അപ്പോൾ സച്ചിയോട് ചോദിക്കേണ്ട രവീന്ദ്രനും രേവതി ആരാ ചോദിക്കുമ്പോൾ ദേവുവാണ്, ഒരു ഓട്ടോ ഏൽപ്പിച്ചതാണ്, ഞാൻ പോയിട്ട് വേഗം വരാം, അച്ഛാ രേവതിയെ നോക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി പോവാണ്. അപ്പോൾ സച്ചി പോയി കഴിയുമ്പോൾ രവീന്ദ്രൻ രേവതിയോട് പറയും, അവൻ്റെ കളിയും ചിരിയും എല്ലാം പോയി മോളെ, ഇനി അതൊക്കെ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ എൻ്റെ മോളെ ഇരിപ്പുന്ന എഴുന്നേക്കണം എന്ന് പറയുന്നത് രേവതിയോട്. അപ്പോൾ രേവതി പറയും, ശരിയാ സച്ചേട്ടാ, ശരിയാ അച്ഛാ, ഒക്കെ ശരിയാവും എന്ന് പറയാണ് രേവതി. ഈ സമയത്ത് ശ്രുതി വിചാരിക്കണം, ദൈവമേ ഏത് നശിച്ച നേരത്താണോ മീരയുടെ പ്ലാൻ എടുത്തിട്ട് എനിക്ക് നടുവേന എന്ന് പറയാൻ തോന്നിയത്, ഏത് നേരത്താണോ അവളുടെ ഐഡിയ വർക്കൗട്ടാക്കാൻ തോന്നിയത്, അതിൻ്റെ കഷ്ടകാലമാണല്ലോ ഈശ്വര എന്നൊക്കെ അങ്ങനെ പറയാൻ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ സച്ചി പോവുകയാണ്. അത് കഴിഞ്ഞ് നീലിമ വീണ്ടും കൊട്ടേഷൻ ടീമിനെ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ എവിടെയാണ്, ഞങ്ങളിവിടെ സുധിയുടെ, എന്നിട്ട് എന്താ നിങ്ങൾ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാത്ത ചോദിക്കുമ്പോൾ പറയും, മാഡം അങ്ങനെ പെട്ടെന്ന് പറ്റില്ല, അവൻ പാർക്കിലോ അവനെന്താ പാർക്കിൽ പരിപാടി ചോദിക്കും. അവൻ ഒറ്റയ്ക്കല്ല, പാർക്കിൽ നിറയെ ആളുകളുണ്ട്, അത് മാത്രമല്ല അവൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്, അപ്പോൾ പാർക്കിൽ നിന്ന് എടുത്തു കൊണ്ടുപോയാലും സേഫല്ല, എന്തായാലും അവനെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും മാഡത്തിൻ്റെ അടുത്തേക്ക്, ഇന്ന് എന്തായാലും അവനെ കൊണ്ട് ഞങ്ങൾ വരില്ല, പാർക്കിൽ നിന്ന് ഇറങ്ങി വഴിക്കാൻ അവനെ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കും, മാഡം പേടിക്കേണ്ട പറയും. ആ ശരി, എൻ്റെ ടെൻഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങളെ കാണാഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു എന്നല്ലോ, ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് നീലിമ അങ്ങനെ ഫോൺ വയ്ക്കും. അപ്പോൾ ഇതൊന്നും അറിയാതെ ശ്രുതി കുട്ടികളെ പോലെ പാർക്കിൻ്റെ ഉള്ളിൽ ആർമാദിക്കുകയാണ്. ശ്രുതിയുടെ കഷ്ടപ്പാടൊന്നും പാർക്കിലിരിക്കുന്ന ശ്രുതി അറിയുന്നില്ല. അത് കഴിഞ്ഞ് സച്ചി ഗജാനന്ദനെ കാണാൻ വേണ്ടിയിട്ട്, സച്ചി ഗജാനന്ദനെ ഇട്ട് രണ്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് സച്ചി വരുന്നു, ദേവു പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഈച്ചോട് പറഞ്ഞിട്ടുണ്ട് അവിടെ നിൽക്കുക. അപ്പോൾ ഈച്ച അങ്ങനെ വിചാരിക്കേണ്ടത്, എന്തിനാ സച്ചി ഇപ്പം എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ, എന്താണാവോ കാര്യം എന്നൊക്കെ അങ്ങനെ ഈച്ച മനസ്സിൽ പറയുന്ന സമയത്ത് സച്ചിയുടെ വണ്ടി വരുന്നു. സച്ചി പറയും കേരള പറയുമ്പോൾ എങ്കടാ സച്ചി ചോദിക്കുമ്പോൾ നീ കേരള ഞാൻ പറയാൻ പറഞ്ഞിട്ട് ഈച്ചേനെയും കൂട്ടിയിട്ട് സച്ചി പോവാണ്. പോയിട്ട് ഗജാനന്ദൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്താണ്. അപ്പോൾ ഗജാനന്ദൻ ഒരാളോട് പറയാനേടാ എൻ്റെ മുതലിതാ പറയുമ്പോൾ, എങ്ങനെ മുതൽ തരും, മുതൽ തരേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് മുതലും പലിശയും കൂടി ഇരട്ടി ഞാൻ തരൽ കഴിഞ്ഞു, പലിശ മാത്രമല്ല നീ തന്നിട്ടില്ല, അല്ല മുതലിൻ്റെ ഇരട്ടി നീ എൻ്റെ അടുത്ത് നിന്ന് പലിശ മേടിക്കില്ലെങ്കിൽ നിനക്ക് ഞാൻ 10 രൂപ പോലും തരില്ല എന്ന് പറയാണ് അയാൾ ഗജാനന്ദനോട്. അങ്ങനെ ഗജാനന്ദനും അയാളും കൂടിയിട്ട് വഴക്കൂടി അയാളെ ഗജാനന്ദൻ അടിക്കുമ്പോൾ അയാൾ പറയേണ്ട എന്നൊന്നും ചെയ്യരുതെന്ന് പറയുന്ന സമയത്താണ് സച്ചി വന്നിട്ട് എന്താടാ കാണിക്കണമെന്ന് ചോദിച്ചിട്ട് ഗജാനന്ദനെ തല്ലുന്നത്. നീ എൻ്റെ രേവതിയെ കൊല്ലാൻ നോക്കിയാനല്ല, എൻ്റെ കലിപ്പ് തീരും വരെ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി ഗജാനന്ദനെ തല്ലി തവിട് പൊടിയാക്കണ ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഗജാനന്ദനിട്ട് നല്ലത് കൊടുക്കുന്നുണ്ട് സച്ചി. ആ ക്ലൈമാക്സിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇത് അച്ചടിച്ച് വെച്ചേക്കണ പോലെ ഞാൻ വീണ്ടും നിങ്ങളോടൊക്കെ പറയുകയാണ്. എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക്